ഹരി ഇന്ന് വന്നു. ഹരിസാറിന്റെ സമയമാവല്ലോ സാറേ. അതെന്താ ഓഫീസ് ടൈം ഹരിക്ക് ബാധകം? അതല്ല സാർ, ഹരിസാറൊന്നും അവസ്ഥയില്ല വരാറുള്ളൂ. ഹരി വരുമ്പോൾ എന്നെ വന്ന് കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞേ. ശരി സാർ. ഉണ്ടെന്ന് മാത്രമല്ല, സാറിനെ കണ്ടിട്ട് കയറിയാൽ മതി എന്നാ പറഞ്ഞത്. ഞാൻ എത്തും, പേടിക്കണ്ട. ഓക്കെ ആണ്, ഓക്കെ. പിന്നെ 8-ാം തീയതി അല്ലേ? ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എത്തും. ഓക്കെ, ഞാൻ വെച്ചട്ടെ. ഓക്കെ സാർ. യെസ്, കമിങ്. ഗുഡ് മോർണിംഗ് സാർ. എന്താ ഹരി ഇത്? ഇതാണ് ഓഫീസ് ടൈം. സോറി സാർ, ഇറങ്ങാൻ നേരത്തെ ഇളയ കൊച്ചിന് പനി, മൂത്ത കൊച്ചിന് ചുമ, ഇതൊക്കെയല്ലേ താൻ പറയാറുള്ളത്? സോറി സാർ, ഇന്ന് പൊളിച്ചു നാളെ വന്നു കറക്റ്റ് സമയത്തേക്ക്. തനിക്കൊരു പരിഗണന എന്ന് വിചാരിച്ചിട്ട് അത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ പൊന്നു സാറേ, എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കും. എന്ത്? എൻ്റെ സാറേ, 2 കൊച്ചു പിള്ളേരോട്ട് കിടന്ന് പെടാപ്പാട് പിടിയാണ്. ഞാനും അടുക്കളയിൽ കയറുന്നതുകൊണ്ടാണ് ഈ സമയത്തെങ്കിലും ഇവിടെ വരാൻ പറ്റും. ചുരുക്കി പറഞ്ഞ അടുക്കളപ്പണിയൊക്കെ താൻ തന്നെ ചെയ്യും. പക്ഷേ അങ്ങനൊന്നുമല്ല സാറേ, അവർക്ക് രാവിലെ പോകണ്ടില്ലേ സാറേ. അത്യാവശ്യം തേങ്ങ ചിരണ്ടി കുടിക്കുകയോ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് നിൽക്കും സാർ. എടോ, ചെയ്യരുത്. ഒരു കാര്യവും അടുക്കള കയറി ചെയ്യും. ഇന്ന് താൻ തേങ്ങ ചിരണ്ടി കൊടുത്ത നാളെ അവൾ തന്നെ കൊണ്ട് ചമ്മന്തിയാൻ. അവസാനം അവളുടെ കണ്ട പണി മുഴുവൻ തന്നെ കൊണ്ട് ചെയ്യും. അതാണ് പെണ്ണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. താൻ അടുക്കള കയറിയില്ലേ, അവള് തേങ്ങ ചിരണ്ടും ചമ്മന്തി അരയ്ക്കുകയും ചെയ്യും. തനിക്ക് താങ്ങ് വിടുകയും ചെയ്യും. പിന്നെ എന്തിനാടോ ആണുങ്ങളുടെ വിലകളെന്ന്? ഇനി പോയി അങ്ങനെ തന്നെ. വെരി നൈസ്. എന്നാ താൻ വെക്കൂ. ശരി സാർ. എടോ, താനും നിന്നേ. നാളെ അവധിയല്ലേ? ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഒന്ന് വൈകിട്ട് ഞാൻ പോയി നാളെ രാവിലെ വീട്ടിലെത്തില്ല. മതി, പക്ഷെ വൈകരി. അറിയാമോ? എടോ, തന്നെ പോലെ അടുക്കള കിടന്ന നിരങ്ങലല്ല ഒരവധി കിട്ടിയ എൻ്റെ ജോലി. അടുക്കള പണിയെടുക്കാൻ എൻ്റെ ഭാര്യ. അവളുണ്ടാക്കി വെക്കുന്ന വിഭവങ്ങൾ ചൂടോടെ തിന്നുക, പെഗ്ഗടിക്കുക, TV കാണുക, റിലാക്സ് ചെയ്യുക. തിന്നുക, പെഗ്ഗടിക്കുക, റിലാക്സ് ചെയ്യുക. ഇതൊക്കെ തന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. താനൊന്ന് പോന്നു. സാറിൻ്റെ യോഗമായി മേഡം, ഞാൻ ഹരിയാണ്. സാറല്ലേ? സാർ എക്സസൈസ് ചെയ്യുവാണെന്ന് തോന്നുന്നു. എന്താ? അല്ല, സാർ ഒരു സാധനം വാങ്ങാൻ ഏൽപ്പിച്ചായിരുന്നു. തന്നാ മതി, അതോ സാറിനെ വിളിക്കണോ? വേണ്ട, മേഡം സാറിനെയും കൂടി. ഈ പാവയുടെ അടിവശത്തെ കറ എത്ര കഴുകിയിട്ടും പോകും. ചൂടോടെ തിന്നുക, പെഗ്ഗടിക്കുക, TV കാണുക, റിലാക്സ് ചെയ്യുക. ചൂടോടെ തിന്നുക, പെഗ്ഗടിക്കുക, TV കാണുക, റിലാക്സ് ചെയ്യുക.